ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട. മൻഹാട്ടൻ ലേഡീസ് സലൂൺ. എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ്, സ്മൂത്തനിങ്, ഫേഷ്യൽ, ത്രെഡിംഗ്, പെഡിക്യൂർ, മാനിക്യൂർ, ഇയർ പീസിംഗ്, വാൾസ് റിമൂവിംഗ്, പെർമനന്റ് ബ്ലോ ഡ്രൈ, ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ, മെട്രിക്സ്, ഷ്വാർസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ്, ഷാനാസ് 03+ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ്സ്, പരിചയസമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ്. 25 വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു. ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട്. യേശുദാസിന്റെ അമ്മ നട്ട മാവ് കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫോർട്ട് കൊച്ചിയിലെത്തി. ഗാനഗന്ധർവൻ യേശുദാസിന്റെ അമ്മ നട്ട മാവ് കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. ശനിയാഴ്ച രാവിലെ 6:40ഓടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യേശുദാസിന്റെ തറവാട് വീടായ ഇപ്പോഴത്തെ ഹൗസ് ഓഫ് യേശുദാസിൽ എത്തിയത്. കേന്ദ്രമന്ത്രിയെ ഹൗസ് ഓഫ് യേശുദാസ് ഉടമ CA നാസറും സുഹൃത്തുക്കളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് 3 നിലകളിലുള്ള മാവിന്റെ ഭാഗങ്ങൾ സുരേഷ് ഗോപി നടന്നു കണ്ടു. മാവിന്റെ ചുവട്ടിൽ വെള്ളവും ഒഴിച്ചു. ഹൗസ് ഓഫ് യേശുദാസിൽ സ്ഥാപിച്ചിട്ടുള്ള യേശുദാസിന്റെ ചിത്രം കേന്ദ്രമന്ത്രി തൊട്ടുവണങ്ങി. തുടർന്ന് നാസർ യേശുദാസിനെ വീഡിയോ കോളിൽ എത്തിച്ചു. യേശുദാസും ഭാര്യയും അമേരിക്കയിലെ ഒരു സുഹൃത്തും ഓൺലൈനിൽ വന്നു. അവരോട് സുരേഷ് ഗോപി സംസാരിച്ചു. അല്ല, ഞാനിത് സ്പിരിച്വൽ ടൂറിസം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് സിനഗോഗും കൂടെ ഈ ഒരു സ്ട്രെച്ചിൽ കൊണ്ടുവന്ന് നേരെ ലൂർദ് മാതാവിൻ്റെ അടുത്ത് വന്ന് ചേർന്നിട്ട് അവിടെ നിന്നായിരിക്കും മലയാറ്റൂരിലേക്ക് പോകുന്നത്. ശങ്കരാചാര്യ കേന്ദ്രം കാലടി അതുവഴി മലയാറ്റൂർ വരുന്ന നവംബറിൽ താൻ അമേരിക്കയിലേക്ക് വരുന്നുണ്ടെന്നും വന്നു കഴിഞ്ഞാൽ ദാസേട്ടനെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി ദാസേട്ടനോട് പറഞ്ഞു. വന്നിട്ട് പക്ഷെ ഞാനിങ്ങ് എടുത്തോണ്ട് പോരും, അത്രേ ഉള്ളൂ. അവിടെ വന്ന് അമേരിക്ക വന്നിട്ട് ആ മണ്ണി വന്നിട്ട് ഇങ്ങ് എടുക്കുവാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആളെ ഞങ്ങളിങ്ങ് എടുക്കുവാന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഇങ്ങ് കൊണ്ടുപോരും ഞാൻ. ഇന്ത്യക്കാരുടെ അവകാശമല്ലേ? അല്ല, ഇന്ത്യക്കകത്ത് കേരളം വന്നാൽ മതി. ചെമ്പൈ ഭാഗവതരുടെ പ്രതിമ ഹൗസ് ഓഫ് യേശുദാസിൽ സ്ഥാപിക്കുക എന്നുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.